ഇപ്പോൾ 14-ാം തീയതി മറ്റവർ പറയുന്നു തന്നെ എല്ലാവരും അനുകൂലമായി പറയുകയും അതിന് വേണ്ട പ്രവർത്തനങ്ങളൊക്കെ നടത്തിയാൽ മാന്യമായ നിലക്ക് തിരിച്ചു വരാമല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജിഫ്രി തങ്ങളുടെ പരാമർശത്തോടെ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് മാധ്യമപ്രവർത്തകർ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനോട് ചോദിച്ചപ്പോൾ ഇൻഷാ അള്ളാഹ് കോട്ടക്കൽ ബഹ്റുൽ ഉലൂം ഓക്കെ ഉസ്താദ് നഗറിൽ വെച്ച് ഫെബ്രുവരി 14-ന് അതിന് മറുപടി പറയുമെന്നാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പറഞ്ഞത്. അതോടെ കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു സമ്മേളനമായി നാളെ കോട്ടക്കൽ ഓക്കെ ഉസ്താദ് നഗറിൽ വെച്ച് നടക്കുന്ന വിളംബര സമ്മേളനം എല്ലാവരും വളരെ ആകാംക്ഷയോടെയും പ്രതീക്ഷയോടും കാത്തിരിക്കുകയാണ്. ജിഫ്രി തങ്ങളുടെ പരാമർശത്തെ കാന്തപുരം ഉസ്താദ് എങ്ങനെയായിരിക്കും അതിന് പ്രതികരിക്കുക? കേരള മുസ്ലിം ജമാഅത്തും സമസ്ത AP വിഭാഗവും എങ്ങനെയായിരിക്കും അതിന് മറുപടി കൊടുക്കുക എന്ന ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഏതായാലും ചരിത്രം കുറിക്കാൻ പോകുന്ന 100-ാം വാർഷിക സമ്മേളനം അത് വിളംബരം ചെയ്യുന്ന വിളംബര സമ്മേളനവും കേരളം ഉറ്റുനോക്കുന്ന സമ്മേളനമായി മാറി. നമ്മളെല്ലാവരും ആ ചരിത്രപരമായ വിളംബരത്തിന് സാക്ഷിയാകാൻ പോവുകയാണ്. വളരെ വിപുലമായിട്ടുള്ള ഒരു വേദിയും സൗകര്യങ്ങളുമാണ് കോട്ടക്കൽ പുത്തൂർ പാടത്ത് സംഘാടകർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അന്ന് തന്നെ സമസ്തയുടെ വാർഷിക ജനറൽ ബോഡി സമ്മേളന നഗരിക്കടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത് കൊണ്ട് കേരളത്തിലെ ആയിരക്കണക്കിന് ഉന്നത പണ്ഡിതന്മാർ രാവിലെ മുതലേ നഗരിക്കടുത്തുള്ള ആ ഓഡിറ്റോറിയത്തിലുണ്ടാവും. അവർക്ക് പുറമെ മലപ്പുറം ജില്ലയ്ക്ക് പുറത്തുള്ള ആരും വിളംബര സമ്മേളനത്തിന് വരേണ്ടതില്ല എന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. അതിന് കാരണം കേരളത്തിലെ മുഴുവൻ സുന്നികളെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന സ്ഥലമൊന്നും പുത്തൂർ പാടത്ത് ഒരുക്കിയിട്ടില്ല. മലപ്പുറം ജില്ലയിലെ സുന്നികൾ ഒരുമിച്ച് കൂടിയാൽ തന്നെ ആ ഗ്രൗണ്ട് ഫുള്ളാവും. ആ ചരിത്രപരമായിട്ടുള്ള പ്രഖ്യാപനം കേൾക്കാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. പക്ഷേ തൽക്കാലത്തേക്ക് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള സുന്നികൾ മാത്രം പങ്കെടുത്താൽ മതി എന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത്. എന്നാലും താല്പര്യമുള്ള ആളുകൾക്ക് അവിടെ വന്നാൽ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് തടസ്സമൊന്നും ഉണ്ടാവില്ല എന്നാണ് കരുതുന്നത്. പുറമെയുള്ള ജില്ലക്കാർ കൂടി വന്നാൽ അവിടെ ജനങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള പ്രയാസമുണ്ടാവുമെന്ന് കരുതിയിട്ടായിരിക്കും സംഘാടകർ അങ്ങനെ ഒരു അറിയിപ്പ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, വലിയ സൗകര്യങ്ങളാണ് അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം വലിയ ഗ്രൗണ്ട് തന്നെയാണ്. പക്ഷേ എങ്കിലും മലപ്പുറം ജില്ലക്ക് പുറത്തുള്ള ആളുകൾ കൂടി വന്നാൽ ഒരു പക്ഷേ അവിടെ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ ആയിരിക്കും, ജനങ്ങൾക്ക് പ്രയാസമുണ്ടാവും. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും 100-ാം വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കാനും അത് കേരളം ഇന്നുവരെ കാണാത്ത ചരിത്രം തീർക്കുന്ന ഒരു സമ്മേളനം തന്നെ ആയിരിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. ആരോടുമുള്ള വാശി തീർക്കാനോ അല്ലെങ്കിൽ EK വിഭാഗം നടത്തിയ 100-ാം സമ്മേളനത്തിനെ തോൽപ്പിക്കാനോ ഒന്നും അല്ല പറയുന്നത്. അത് സ്വാഭാവികമാണ്. കേരള യാത്രയുടെ സമാപന സമ്മേളനത്തിലും അതുപോലെ തന്നെ SYSൻ്റെയും SSFൻ്റെയും ഒക്കെ സമ്മേളനത്തിലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ ജനസാഗരം. പിന്നെ സമസ്തയുടെ സെൻറ്റിനറി സമ്മേളനത്തിൽ എത്രത്തോളം ജനസാഗരം ഒഴുകിയെത്തുമെന്നത് പറയേണ്ടതില്ലല്ലോ. അത് സ്വാഭാവികമാണ്, അല്ലാതെ ആരെയും തോൽപ്പിക്കാനൊന്നും വേണ്ടിയിട്ടല്ല. നാളത്തെ സമ്മേളനം ഇൻഷാ അല്ലാഹ് മലപ്പുറം ജില്ലക്കാർ വരുമ്പോൾ തന്നെ അവിടെ ഫുള്ളാവുമെന്നതിനാൽ മറ്റു ജില്ലക്കാരൊന്നും വരേണ്ടതില്ല എന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഈ ചരിത്രപരമായിട്ടുള്ള പ്രഖ്യാപനം കേൾക്കാൻ ജിഫ്രി തങ്ങൾക്കും EK വിഭാഗത്തിനും എന്ത് മറുപടിയായിരിക്കും കൊടുക്കുക എന്ന് ആകാംക്ഷഭരിതമായി നേരിട്ട് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് സമ്മേളനത്തിൽ വരുന്നതിന് തടസ്സമൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ നമ്മളൊക്കെ ഉള്ളിലുണ്ടാവും അല്ലേ? കാരണം 100-ാം വാർഷിക സമ്മേളനത്തിൽ ജിഫ്രി തങ്ങൾ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞപ്പോൾ എല്ലാവർക്കും വേദനിച്ചിട്ടുണ്ടാവും. ഒരു പരിഹാസ രൂപത്തിലുള്ള ഒരു പരാമർശമാണല്ലോ ജിഫ്രി തങ്ങൾ പറഞ്ഞത്. AP വിഭാഗത്തിൻ്റെ അസ്തിത്വത്തെ വകവെച്ച് കൊടുക്കാതെ അത് പിരിച്ചുവിട്ട് മാതൃസംഘടനയിലേക്ക് തിരിച്ചു വരണമെന്നുള്ള ഒരു പരാമർശമാണല്ലോ നടന്നത്. അപ്പോൾ അതിന് ഏത് രീതിയിലുള്ള മറുപടി ആയിരിക്കും കാന്തപുരം ഉസ്താദും മറ്റു നേതാക്കന്മാരൊക്കെ കൊടുക്കുക എന്ന ഒരു ആകാംക്ഷ എല്ലാവരിലും ഉണ്ടാവും. ജിഫ്രി തങ്ങൾ പറഞ്ഞതുപോലെ AP സമസ്ത EK സമസ്തയിലേക്ക് ലയിക്കുമോ, അതല്ല തൽക്കാലം രണ്ടായി തന്നെ പ്രവർത്തിച്ച് ഐക്യത്തോടെയും സഹകരണത്തോടെയും പ്രവർത്തിച്ചാൽ മതി എന്നായിരിക്കുമോ, അതല്ലെങ്കിൽ മാതൃസംഘടന ഇതാണ്, ഇങ്ങോട്ട് നിങ്ങൾ തിരിച്ചു പോരൂ എന്നായിരിക്കുമോ എന്നൊക്കെയുള്ള ആകാംക്ഷ നമ്മളിൽ എല്ലാവരും ഉണ്ടാവും. ഇനി കേവലം മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുക. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ തന്നെ ആയിരിക്കും അതിന് കൃത്യമായ മറുപടി നൽകുക. നമ്മുടെ നാട്ടിലെ മാധ്യമപ്രവർത്തകരും മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ജിഫ്രി തങ്ങളടക്കം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം ഇന്നലെ നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞത്. ആ അഭിമുഖത്തിൽ ജിഫ്രി തങ്ങളുടെ 1-2 വാക്കുകൾ മാത്രം കേട്ടിട്ട് നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് കടക്കാം.
സുന്നി ഐക്യത്തിനുള്ള ഒരു പുതിയ ആഹ്വാനമായിട്ട് കൂടി അതിനെ വിലയിരുത്തുന്നുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാമോ അതിനുവേണ്ടിയുള്ളൊരു? അതിപ്പോൾ നമ്മൾ മാത്രമല്ല, എല്ലാ കക്ഷികളും ഇപ്പോൾ 14-ാം തീയതി മറ്റവർ പറയുന്നു തന്നെ എല്ലാവരും അനുകൂലമായി പറയുകയും അത് ആഗ്രഹിക്കുന്ന ആളുകൾ അതിന് വേണ്ട സൗകര്യങ്ങളും അതിന് വേണ്ട പ്രവർത്തനങ്ങളൊക്കെ നടത്തിയാൽ മാന്യമായ നിലക്ക് തിരിച്ചു വരാമല്ലോ പോയവർക്കൊക്കെ. അതിന് അവർക്ക് തിരിച്ചു വരാൻ പറ്റണ ഒരു മാന്യമായ ഒരു അവസ്ഥ ഉണ്ടാക്കുക കൂടി വേണം. അത് സ്വാഭാവികം അങ്ങനല്ലേ. അവർ നമ്മൾ തള്ളി പറയാനൊന്നും പറ്റില്ലല്ലോ. അവർ ഒരു സംഘടനയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കല്ലേ. നമ്മൾക്ക് വേണ്ടപ്പെട്ടവരും നമ്മളുടെ ആശയമുള്ളവരൊക്കെ ആയിരുന്നല്ലോ അവർ. ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയാണ്. ജിഫ്രി തങ്ങളും IK സമസ്തക്കാരും മാധ്യമപ്രവർത്തകരും സോഷ്യൽ മീഡിയയും കേരളീയ ജനത മുഴുവൻ കാതോർക്കുകയാണ് നാളത്തെ വിളംബര സമ്മേളനത്തിന് വേണ്ടിയിട്ട്. OK ഉസ്താദ് നഗറിൽ ജനസാഗരം തീർക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അത്രത്തോളം ആകാംക്ഷഭരിതമായിട്ടാണ് ജനങ്ങൾ വീക്ഷിക്കുന്നത്. 60-ാം വാർഷിക സമ്മേളനത്തിൽ കേരളീയ മുസ്ലിങ്ങളെ ക്ഷണിച്ച അതേ വ്യക്തി തന്നെയാണ് 100-ാം വാർഷിക സമ്മേളനത്തിലേക്ക് കേരളീയ മുസ്ലിങ്ങളെ മാത്രമല്ല ലോക മുസ്ലിങ്ങളെ ക്ഷണിക്കാൻ പോകുന്നത്. ആ ഒരു പ്രത്യേകത ഈ വിളംബര സമ്മേളനത്തിനുണ്ട്. ആ ഒരു അസുലഭ മുഹൂർത്തം കാണാനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. പടച്ച റബ്ബ് അതിന് തൗഫീക്ക് നൽകട്ടെ. ചരിത്രത്തിൽ ഇടം പിടിച്ച സമസ്തയുടെ 60-ാം വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഞാനടക്കമുള്ള പലർക്കും സാധിച്ചിട്ടില്ല. പലരും അന്ന് ജനിച്ചിട്ട് പോലുമില്ലല്ലോ. നമ്മൾ ഒരുപാട് തവണ ഉസ്താദുമാരിൽ നിന്ന് അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള ആ സമ്മേളനത്തെക്കുറിച്ച് പലതവണ ആവർത്തിച്ച് കേട്ടതാണ്. ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയുടെ അത്യുജ്വലമായ പ്രഭാഷണം, ഒരു വിരല് കൊണ്ട് ജനലക്ഷങ്ങളെ നിയന്ത്രിച്ച ആ ഒരു രംഗം, അറബിക്കടലിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ കോഴിക്കോട് കടപ്പുറത്ത് ഒരുമിച്ച് കൂടിയ ആ ഒരു നിമിഷം, വഹാബിസത്തെ അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞു ആ ഒരു പ്രഖ്യാപനം, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ അത്യുജ്വലമായ സ്വാഗത ഭാഷണം, അത് കാണാത്തവർക്ക് ഈ 100-ാം വാർഷികത്തിലെങ്കിലും ഭാഗ്യമുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 60-ാം വാർഷികത്തിൽ സ്വാഗതം പറഞ്ഞ അതേ കാന്തപുരം ഉസ്താദിന് 100-ാം വാർഷികത്തിൽ പ്രഭാഷണം നടത്താനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ 60-ാം വാർഷിക സമ്മേളനം വിജയിച്ചതോടാണല്ലോ AP ഉസ്താദിനെയും IK ഉസ്താദിനെയും തെറ്റിക്കാൻ വഹാബികൾ രാഷ്ട്രീയത്തെ മറയാക്കി പ്രവർത്തിച്ചത്. അതിൻ്റെ ഫലമാണല്ലോ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 60-ാം വാർഷികത്തിന് ശേഷം IK വിഭാഗം AP വിഭാഗം എന്ന് 2 വിഭാഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ 100-ാം വാർഷികത്തോടെ ഈ 2 വിഭാഗങ്ങൾ ഒന്നിക്കുമോ? എന്തായിരിക്കും സംഭവിക്കുക? റബ്ബ് തൗഫീക്ക് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.